ഹലോ ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഉള്ളിലോട് കയറ്റാൻ ശ്രീകുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കയറ്റിയ അതേ സ്ഥലത്തു നിന്നാണ് കയറ്റാറുള്ളത്. അതേ പാർട്ടിക്കാണ്, പെരിന്തൽമണ്ണ പാർട്ടിക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മൾ ബ്രിഡ്ജിൽ വണ്ടി തൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബ്രിഡ്ജിലുള്ള ആൾ ഊണ് കഴിക്കാൻ പോയതാണ്, ഉച്ച നേരം കഴിക്കണം, ഊണ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ ബ്രിഡ്ജിൽ എഴുതി വെച്ച ഫോൺ നമ്പറിൽ നമ്മൾ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാം, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്യണം, ആൾ വരട്ടെ. നല്ലൊരു ഓഡിറ്റോറിയമൊക്കെ ഉണ്ട്, കല്യാണ മണ്ഡപം, തുളസീദാസ് ലാഞ്ച്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ ബ്രിഡ്ജുള്ളത്. അപ്പോൾ ബ്രിഡ്ജിലെ ആൾ വരട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള കൃഷി സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് എന്താണ് മനസ്സിലാവുന്നില്ല, മൂടിയിട്ടിട്ടുണ്ട്, എന്താണെന്നൊക്കെ അറിയണില്ല. ചെറിയ തൈകളാണ്. ഈ സൈഡിൽ ചോളം അല്ലേ, ചോളം. ഇതൊക്കെ ആകുന്നുള്ളൂ, അതിൻ്റെ ബാക്കിലുള്ളതൊക്കെ ആയതാണ്. ഇതാണിപ്പോൾ ഒന്നും മനസ്സിലാകാത്തത്. ഇത് പിന്നെ നമ്മളെ മെയിൻ ഉള്ളിക്കൃഷി. ഇതും ചോളത്തിൻ്റെ തൈകളാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് അവിടെ കാണുന്നത് ചെറുനാരങ്ങൻ്റെ കൃഷിയാണ്. ഇത് കണ്ടില്ല, ഇതൊക്കെ ചെറുനാരങ്ങ കൃഷിയാണ്. കുറേ ചെറുനാരങ്ങയുണ്ട്. ചെറുനാരങ്ങയൊക്കെ കളറാകണുള്ളൂ. മൊത്തം ചെറുനാരങ്ങ കൃഷിയാണ്. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു സംഗതിയാണ് കൃഷി. അപ്പോൾ അതാണ് നമ്മളിതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കണക്ക് നിങ്ങളെ കാണിച്ചു തരണം കേട്ടോ. നമ്മൾ വണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആളെ ബ്രിഡ്ജിലത്തെ ആളെത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൽ ആളെത്തിയിട്ടുണ്ട്. വണ്ടി കയറ്റാം, ചോദിക്കട്ടെ. $11,600. വേഗം ഇറങ്ങിയാ. $11,520. നമ്മളെ തൂക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഓരോരോ വണ്ടികളോടുള്ള ട്രാക്ടറാണ്, നല്ല ജാതി വണ്ടികളാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പഞ്ചാര കമ്പനി. കഴിഞ്ഞ പ്രാവശ്യം നല്ല തിരക്കായിരുന്നു, റോഡ് നിറച്ച് കരിമ്പ് വണ്ടിയായിരുന്നു. സീസണൊക്കെ കഴിഞ്ഞു തോന്നണം. ഇപ്പോൾ കരുവണ്ടി കുറവാണ്. അവിടെ ഉണ്ട്, കുറച്ച് വണ്ടികളുണ്ട് അവിടെ. സ്ഥലം കണ്ടില്ല, അതുപോലെ യുദ്ധം നടത്താൻ പറ്റിയ സ്ഥലം. അതെ, ഒഴിഞ്ഞ് കിടക്കണേ. വണ്ടികളുണ്ട്, കുറച്ചൊക്കെ വണ്ടികളുണ്ട് അവിടെ. കരിമ്പൊക്കെ തീർന്നു തോന്നുന്നുണ്ട്. കുറച്ച് ഭാഗം റോഡ് നന്നാവും, ബാക്കിയൊക്കെ കണക്കന്നെയാണ്. അവിടെ കുഴപ്പമില്ല. ഇനി കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ റോഡ് ഇല്ല, തോട്ട് കൂടെ പോണമാതിരി പോകണം. അപ്പോൾ നമ്മളെ വണ്ടി ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്.
2 ദിവസം നമ്മൾ ആൾട്ടായിട്ടോ, ലോഡിന് വന്നിട്ട് ഒരു ദിവസം, ലോഡ് കിട്ടിയിട്ട് ഒരു ദിവസം ആൾട്ടായി. പണിക്കാരെ പ്രശ്നമൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്കാണല്ലോ ദിവസം പോണത്, സമയം ദിവസവും കാര്യങ്ങളൊക്കെ പോണത് നമ്മൾ ലോറിക്കാർക്കാണല്ലോ. സാധനം ആകാഞ്ഞാലും പണിക്കാർ കിട്ടാഞ്ഞാലും ഒക്കെ നമുക്കാണ് നഷ്ടം. ഏതായാലും നോക്കണ്ട. ഇപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഇതേപോലെ ട്രാക്ടറിൽ ലോറി പോകാത്തടത്ത് ട്രാക്ടറിൽ വരും, അല്ലാത്തടത്ത് ലോറി പോകാൻ പറ്റുന്നിടത്താണ് ലോറി സൈറ്റിൽ പോയി കയറ്റും. എത്ര സ്ഥലത്ത് പോകണമെന്ന് അറിയില്ല. ഇവിടുന്നൊക്കെ കയറ്റം കിട്ടിയാണ് സുഖമായിരുന്നത്. നല്ലൊരു മരം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടാണ്. ഇനി മറ്റുള്ള സൈറ്റിലേക്ക് എന്താണ് അവസ്ഥ എന്നല്ല, വെയിലത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കയറ്റി അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ്. എത്ര സൈറ്റ് ഉണ്ടാവും അവല വൈകുന്നേരം? എത്ര സൈറ്റ് പറഞ്ഞ അലിയാക്കാൻ്റെ നേതൃത്വത്തിൽ 4 സൈറ്റ് അല്ലേ? ഭായിമാരാണ് നമ്മളെ റൈറ്റർമാര് ലോഡിങ്ങാര്. भाई भाई नहीं हाय बोलो ऐसा हाय बोलना। कितना जगह है अपने हमको लोडिंग करने का? 3 जगह है। ये जगह छोड़ के और 3 जगह है. ഒരു സ്ഥലം കഴിഞ്ഞ് ഇനി 3 സ്ഥലം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഫുള്ളായാൽ മതിയായിരുന്നു എന്ന് കരുതാം. അപ്പോൾ പാടവരമ്പത്തൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പിത്താൻ അലിക്കയാണ്. അലിക്കന്നാണ് പറഞ്ഞത് കേട്ടോ, കപ്പിത്താനാണെന്നല്ല ഞാൻ പറഞ്ഞതല്ല. ഉള്ളിക്കൃഷികളിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഉള്ളിക്കൃഷി, ഗ്യാസ് ഉള്ളിക്കൃഷി, ഉണങ്ങിയ തോടൊക്കെ ഉണ്ട്. സീത പോട്ടെ, സീത ചെറിയ ചെറിയ അങ്ങാടികൾ. നമ്മൾ അടുത്ത സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സൈറ്റിൽ ഉള്ളി കൊണ്ടുവരാനുള്ള വണ്ടിയാണ് പോണത്. ഇതൊക്കെ ഡ്രൈവറെ കണ്ടങ്ങൾ പഠിച്ചവൻ. എൻ്റെ മോൻ്റെ പ്രായം കൂടി ഇല്ല. കുട്ടികളാണ് വണ്ടിയും കൊണ്ടൊക്കെ നടക്കുന്നത്. അവിടെ കുട്ടികൾക്ക് അങ്ങനെ ഒന്നുമില്ല, കാര്യം നടന്നിട്ടിയാൽ മതി. അലിക്കാ അലിക്കാ ഡ്രൈവറെ കണ്ട നിങ്ങള്? ജൽദി ജാക്കെ ആവോ. വീടാണ്. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ആൾക്കാർ കാണേണ്ട കാര്യങ്ങൾ നടക്കുന്നതൊക്കെ. അപ്പോൾ കണ്ടില്ല നിങ്ങളിതൊക്കെ? ചെറിയ കുട്ടിയാണ് ആ ട്രാക്ടറും കൊണ്ട് പോകണ ലോഡ് എടുക്കാൻ. തീരെ പ്രായമല്ല, ഒരു 10-12 വയസ്സ് ഉണ്ടാവില്ലേ? അത്രയല്ലേ ഉണ്ടാവുള്ളൂ. എന്താ പോട്ടെ. അപ്പോൾ നമ്മളെ അടുത്ത പാർട്ടിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർട്ടിക്കാരാണ് ഇത്. അപ്പോൾ അതാണ് കേട്ടോ തേങ്ങാക്കൂട്. സോറി, തേങ്ങാക്കൂടല്ല, ഉള്ളിക്കൂട്. ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുന്ന കൂടാണ്. ഇതിലാണ് ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുക. കുറേ കാലം ഇരിക്കുമെന്നൊക്കെയാണ് പറച്ചിൽ. ഉള്ളിക്കൂടെ നല്ലത്. ഉള്ളിക്കൂടെ തന്നെ. ഉള്ളിത്തോലും കാര്യങ്ങളൊക്കെ എൻ്റെ അടി കാണാണ്ട്. ഉള്ളി സ്റ്റോർ ചെയ്തൊക്കെ കൂടുന്നതാണ്. ആടും കൂടി കോഴിക്കോടൊക്കെ ഇവിടെ വേറെ ഉണ്ട്. ഹായ്, എല്ലാവരും പരിചയപ്പെടാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. ഇവിടെ ഒന്നും തിന്നാൻ കൊടുക്കണില്ല ആടാളെ. അവിടെ ഇങ്ങനെ പോയി നിന്നില്ല. നമ്മളിങ്ങനെ വന്നപ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് വരും. അപ്പം നമ്മളെ കുട്ടി പോയി വന്നിട്ടോ. ചെറുക്കനെ ഓനവിടെ പോയിക്കാണ്ട് അതിൻ്റെ ഇതവിടെ കൊണ്ടുവച്ച് കൊട്ടടച്ചവിടെ പോകുന്നു. ഇത് ഓന് കളിക്കാനുള്ള വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ്. അപ്പോൾ ചോദിച്ചോക്കെ ചെക്കൻ എന്താ പറയണെന്ന്.
കുട്ടി ഷെഡിൽ നിർത്തിയിട്ടുണ്ട് വണ്ടി. बेटा क्या नाम है आपका? रोहन. तो इसका और पीछे किधर है? वो उधर छोड़ किया. वो बड़ा ट्रैक्टर पे आ गया है. वो कौन है बड़ा ट्रैक्टर में? तुम्हारी कौन है? काका. काका मीन्स भैया? मेरे फादर के भैया. फादर के भैया. हाँ 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 ठीक. ये छोटा ट्रैक्टर है. अब ഇത് ചെറിയ ട്രാക്ടർ കേട്ടോ. അല്ലേ? लाइसेंस नहीं चाहिए इसको? लाइसेंस नहीं चाहिए? नहीं खेत में चलेंगे इधर गाँव में चलेंगे के बस. ലൈസൻസ് ഒക്കെ വേണം. ഈ ഇട്ടാവട്ടത്ത് ഉള്ളേരി കൂടെ അങ്ങനെ കുട്ടികളെ കറങ്ങണോണ്ടേ അതിൻ്റെ ആവശ്യമില്ല. कितना साल तुमको? मैं 8वीं में. कितना में पढ़ता है? 14. कितना में पढ़ता है? 14 साल पढ़ता है. स्कूल में जाना है? कितना? 8वीं. 8. അപ്പോൾ 8ാം ക്ലാസ്സിലാണ് മോൻ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കൊന്നും പണിയെടുക്കാൻ ഇവിടെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഹായ് ബോലോ. हाय. ഹായ് रोहन. रोहन. चल പിന്നെ ഏത് കുട്ടികളും മക്കളും പണിയെടുത്തോളും. പക്ഷെ എന്നാലും നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമമൊക്കെയാണ്. ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനത്തെ ഇതൊക്കെ ആ വണ്ടിയിലും കുറച്ച് ചെറിയ ട്രാക്ടറാണെങ്കിലും അതിനും ലൈസൻസും കാര്യങ്ങളൊക്കെ അതിനും വേണം കേട്ടോ. ഏതായാലും പിന്നെ ഈ ഉള്ളേരിയ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് കുട്ടി പറയേണ്ടത്. അപ്പോൾ നമ്മൾ ട്രാക്ടറിൽ ലോഡ് വന്നിട്ടുണ്ടോ? കുട്ടീൻ്റെ കാക്കയാണ്, ആ ചെറുക്കൻ്റെ കാക്കയാണ് ട്രാക്ടറിൽ ലോഡ് എടുത്ത് വന്നത്. ഈ കൂടാണ് ചെക്കൻ കൊണ്ടുപോയത്. വലിയ കാക്ക എന്ന് പറയുന്നത് പിന്നെ അച്ഛൻ്റെ അനിയൻ, അതായത് ഞങ്ങൾ പറയുമ്പോൾ എളാപ്പ, ചെറിയ അച്ഛൻ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ലോഡ് വന്നിട്ടുണ്ട് കേട്ടിട്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സൈറ്റിലായിട്ടുള്ളത്. മൂന്നാമത്തെ സൈറ്റ് റോട്ടിൽ നിന്ന് ലേശം ഒരു 150-200 മീറ്റർ, അതാ ഒരു വെള്ള ടാങ്കി കാണണം. അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെയാണ് മെയിൻ റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ പാടത്തേക്ക് വരണം. കുഴപ്പമൊന്നുമില്ല, മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് വല്ല പ്രശ്നങ്ങളൊന്നും ചളിയും പൊടികൾ മാത്രമല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പണിക്കാർ ചാക്ക് നിറച്ച് വെച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇനിയൊരു സൈറ്റ് കൂടി, 4 സൈറ്റ് എന്നാണ് പറഞ്ഞത്. ഇനിയൊരു സൈറ്റ് കൂടി ഉണ്ടാവും. ഒഴിഞ്ഞിങ്ങനെ നിരന്ന് കിടക്കുകയാണ് കൃഷിത്തോട്ടങ്ങൾ, കൃഷിപ്പാടങ്ങൾ. അപ്പോൾ നമ്മൾ അടുത്ത സൈറ്റിൽ വന്നതാണ് കേട്ടോ. അടുത്ത സൈറ്റിൽ വന്നപ്പോൾ ആ പാർട്ടിക്ക് ബത്തക്കത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എടുത്ത് വെച്ചിരുന്ന ഒരു ബത്തക്ക നമുക്ക് തന്നാണ്. ഇതാ കൊണ്ടേക്കളി കട്ട് ചെയ്ത് കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ആയിട്ടുണ്ട് റോട്ടിൽ. ഇത് ചെറിയ റോഡാണ്, ട്രാക്ടറിൽ കൊണ്ടല്ലും. അപ്പോൾ നമ്മൾ 4ാമത്തെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോറി പോകില്ല, മെയിൻ റോഡിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ട്രാക്ടറിൽ കൊടുത്തിട്ട് കയറ്റിയാണ്. എന്താ ട്രാക്ടറിൽ വന്നിട്ടുണ്ട്. ഈ ചെറിയ റോഡിനാണ് ട്രാക്ടർ വരുന്നത്. അപ്പോൾ ട്രാക്ടറിൽ കൊടുന്ന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുള്ളാലും 5ാമതൊരു സൈറ്റും കൂടി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ 4 സൈറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. കരിമ്പിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇത് കരിമ്പല്ല, ഇത് മറ്റേ ചോളത്തിൻ്റെ ഇതാണ് വേസ്റ്റ്. അപ്പോൾ അവിടെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 5ാമത്തെ സൈറ്റ് പോയാൽ അവിടെ നിന്ന് ഫുള്ളാക്കിയിട്ട് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ 5ാമത്തെ സൈറ്റിൽ പോകണം. എത്താൻ ഇരുട്ടായി തുടങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ലോഡൊക്കെ കയറ്റി തീരാൻ 1 മണിയായി രാത്രി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൂനെ സോളാപൂർ ഹൈവേയിലാണ്. ലോഡ് കയറ്റി വിടാൻ വളരെ വൈകി, കുറേ സമയമായി. 5 സൈറ്റിൽ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റിയത് കേട്ടോ. നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തൽക്കാലം നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടെ. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.